ഹലോ എവരിബഡി, ട്രാവൽ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വന്നിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഈ കാണുന്ന വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് എല്ലാവരും കണ്ടു. ഇന്ന് നമ്മൾ രാവിലെ എണീറ്റിട്ട് പോണത് എവിടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻബോ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് ജീപ്പ് നമ്മളവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ നടന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. 3 കിലോമീറ്ററോളം നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്ന് പോയിട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ റെയിൻബോ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അവിടെ വലിയൊരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്, ഭയങ്കര ഹൈറ്റ് ചെയ്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാട്ടർഫോൾസ് കണ്ടായിരുന്നില്ലേ എല്ലാവരും? അപ്പോൾ അതിനേക്കാളൊക്കെ വലുതാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഴവില്ല് ഉണ്ടാകുന്നതാണ് അത്രേ. ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ കാണാം അവിടെ മഴവില്ല്, ആ ഒരു വാട്ടർഫോൾസിൻ്റെ ഇതിൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് മഴവില്ല് അവിടെ കാണാൻ പറ്റത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് പേര് വന്നിട്ടുള്ളത് റെയിൻബോ വാട്ടർഫോൾസ് എന്നുള്ളത്. അതിൻ്റെ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും. നല്ല കലക്കം വീഡിയോസാണ്. ഒട്ടുമിക്ക എല്ലാ പൂക്കളും അതുപോലെ തന്നെ എല്ലാ ചെടികളും വിളയുന്ന നല്ലൊരു ഫലഭൂരിഷ്ടമായിട്ടുള്ള മണ്ണാണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റും നല്ല സൂപ്പർ ക്ലൈമറ്റാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇതേ ആരംഭിക്കാൻ പോവാണ്. നമ്മൾ വണ്ടി ഇതേ എടുത്ത് പുറത്തിറക്കി. മഹേന്ദ്ര താറിൻ്റെ ശരിക്കും നല്ലൊരു ഫാനായി മാറി ഈ യാത്രയിൽ ഞാൻ. അപ്പോൾ നമുക്ക് പോവല്ലേ? റെഡിയല്ലേ എല്ലാവരും? ബാ. ഇവിടെ അടുത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ച് ദൂരം വാഹനത്തിൽ പോയിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഇവിടുന്ന് പോകണം. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മളെ കൊണ്ടു കിടക്കണത് ഇവനാണ് നമ്മളെ എല്ലാ കാട്ടിലും മേട്ടിലും ഹൈ റേഞ്ചും എല്ലാത്തിൻ്റെയും മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇവനാണ്. അങ്ങനെ ഇന്നത്തെ റൈഡ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. യെസ്, എല്ലാവരും എത്തിയില്ല. ഷിബുനെ കാണാനില്ല. എല്ലാരും പിടിച്ച് പൊക്കുമ്പോ നിന്നോട് മാത്രം പ്രത്യേകം പറയണം. അപ്പൊ എല്ലാവരും എത്തി. നമ്മളിപ്പോൾ എല്ലാ കാർഷിക വിളകളും കണ്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഇവർക്ക് ഈ മല ഇറങ്ങി താഴെ കൊണ്ടുപോയിട്ട് വേണം വിൽക്കണമെങ്കിൽ. 2-3 ദിവസമായിട്ട് ഞങ്ങളുടെ വാഹനം ടാറിട്ട റോഡ് ഇതുവരെ കണ്ടിട്ടില്ല. കംപ്ലീറ്റ് വഴികൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഓഫ് റോഡ് വഴികളാണ്. കാർഷിക വിളകളായിട്ടുള്ള കുരുമുളക്, കാപ്പി, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. ഞങ്ങളിത് പോണ വഴിക്ക് ഞങ്ങൾക്കൊരു കൊക്കോ, നല്ല പഴുത്തുള്ളൊരു കൊക്കോ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ചിട്ട് അതിനെ 2ആക്കി മുറിച്ച് ഇനി എങ്ങനെയുണ്ടെന്നുള്ള ടേസ്റ്റ് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. ആത്തച്ചക്കറിയുടെ ചെറിയ ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. കറക്റ്റ് ഒരു വണ്ടി പോണ പാലല്ലേ? പുറത്താണ്. അയ്യോ 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 അയ്യോ. അതെ, ഇവിടെ എത്തിയപ്പോൾ കൊള്ളി കൃഷിയാണ്. കൊള്ളി കൃഷി കംപ്ലീറ്റ് തോട്ടങ്ങളുടെ ഉള്ളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിയായിട്ടുള്ള റോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഈ ഒരു ജീപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്ക് അതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആന വീണത്. ആനക്കുട്ടി വീണെന്ന് പറഞ്ഞില്ലേ? അവിടെ ഒരു കുളമുണ്ട്, അതിനകത്ത് വീണു. ആ കാണുന്ന മല എന്ന് പറയുന്നത് ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ അവിടുന്ന് ആനകളൊക്കെ ചില സമയത്തൊക്കെ വളരെ വിരളമായിട്ടൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു നാൾ ഇവിടെ ഒരു ആനക്കുട്ടി വന്ന സമയത്ത് ഈ ആനക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കിണറ്റിൽ വീഴുണ്ടായി. അപ്പോൾ അതിൻ്റെ അമ്മ ആന ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശല്യമൊക്കെ ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം JCB കൊണ്ടുവന്ന് ആ കിണർ പൊളിച്ചിട്ടാണ് ആനക്കുട്ടീനെ തിരിച്ചയച്ചു വിട്ടത്. അത്രയും ദിവസം ആന വളരെയധികം കരഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റിനും നടക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ ശല്യം ചെയ്യുകയോ ഇവിടെയുള്ള വീടുകൾ നശിപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല. തിരിച്ച് ആ കുട്ടീനെ രക്ഷപ്പെടുത്തി കിട്ടിയപ്പോൾ അവർ ഈ മല കയറി തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ വന്നിട്ട് ഈ വീടിൻ്റെ മുന്നിൽ വണ്ടി ഇവിടെ ഇട്ടു. ഇനി ഇവിടെ നമുക്ക് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട് മലയിലേക്ക്. നമ്മളൊക്കെ വല്ലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. അതായത് ഈ കാഴ്ചകളൊക്കെ കണ്ട് കറക്റ്റായിട്ടുള്ളൊരു ഓക്സിജനൊക്കെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, എന്തൊക്കെ കൃഷികളാണ് കാണുന്നത്. നമ്മുടെ അവിടുത്തെ നാട്ടിൽ ഈ 5 സെൻറ്റും 6 സെൻറ്റിലൊക്കെ വീട് വെച്ച് താമസിക്കുമ്പോൾ ഇതുപോലുള്ളൊരു കൃഷി എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കൃഷി ചെയ്യൽ.
ഇതേ മഞ്ഞൾ നിൽക്കുന്നത്, മഞ്ഞൾ, കുരുമുളക്, കൊള്ളി മീൻസ് കപ്പ, കുറേ സ്ഥലത്തൊക്കെ അങ്ങനെയല്ലേ പറയാം. ചെറുതാന് വേണ്ടിയിട്ടുള്ള തേനീച്ചൻ്റെ ഒരു കൂടാണ് ഈ കാണുന്നത്. നമ്മുടെ അവിടെ സാധാരണ രീതിയിൽ കാണാത്തൊരു ടൈപ്പ് കൂടാണ്. കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. കണ്ടില്ല ഒരു ടൈപ്പ്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോള് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. കണ്ടില്ലേ, സാധാരണ ബോക്സ് ടൈപ്പൊക്കെയാണ് നമ്മുടെ അവിടെ കാണാറ്. ഇത് അതിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് കൊണ്ടുള്ളൊരു പരിപാടി. അതൊക്കെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള പല സ്ഥലത്തായിട്ട് ഇവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ റബ്ബറുണ്ട്, കൊക്കോ, പിന്നെ കുരുമുളക്, മാവുണ്ട്. അവിടെ പലതരം വിളകളാണ് മെയിനായിട്ടുള്ള കൃഷി. ഇത് നമ്മുടെ കൊക്കോ. ഞങ്ങൾ നേരത്തെ കഴിച്ചത് കണ്ടില്ലേ, നല്ല മധുരം ഉണ്ട് കേട്ടോ കൊക്കോ. ചിലർ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഡ്ബറീസ്, അതായത് ചോക്ലേറ്റുകളെല്ലാം ഉണ്ടാക്കുന്നത് ഈ കൊക്കോൻ്റെ ഉള്ളിലെ കായ ഉപയോഗിച്ചിട്ടാണ്. കൂടുതലും ഈ ഒരു മേഖല, ഇടുക്കി മുതലായിട്ടുള്ള മേഖലയിലാണ് ഈ സാധനം ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. എൻ്റെ നാടായ തൃശ്ശൂർ, അതുപോലെ എറണാകുളത്തൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ അധികം കണ്ടിട്ടില്ല. നമുക്കിതൊക്കെ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നും. ഞങ്ങളിതേ വണ്ടി ഓടിയിട്ടിട്ട് നടക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പോയി നമ്മൾ ഏത് മലയിലേക്ക് പോകണം? ആ കാണുന്ന മലയിലേക്കാണോ? മലയല്ല, അതിൻ്റെ താഴെ, അതിൻ്റെ താഴ്വാരത്തേക്ക് അല്ലേ? റെയിൻബോ വാട്ടർഫോൾ. ആ ആ. അപ്പം ഇങ്ങനൊരു യാത്ര പോണ സമയത്ത് ഏറ്റവും നല്ലതാണ് ഒരു വടി കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകണത് അല്ലേ, കുത്താനൊക്കെ ആയിട്ട്. പാലം രണ്ടും മരം മാത്രം ഇട്ടുള്ള ഒരു പാലം. അതിൽ ലാഗ് ചെയ്ത് നടക്കണ്ട, അതിൽ ലാഗ് ചെയ്ത് നടക്കണ്ട, പുഴു പിടിക്കും. ഇവിടെയൊക്കെ പുഴുവിന്റെ വാസസ്ഥലമാണ്. അട്ട അട്ട വേഗം പോരി. പുഴുണ്ട് ഇവിടെ നിറച്ച്, അതിലെ വേഗം വന്നു. ആ അപ്പൊ എനിക്ക് വിഷയമില്ല, നിങ്ങളെ കടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഓ ഭയങ്കര ഇരുണ്ട് തുടങ്ങിയില്ലേ? സ്ട്രോങ് ആലോ. ആ ബാഗിൽ സൈഡിലിട്. ഓ ഓ മതി മതി മതി. എടാ വേണ്ട, എന്താ, മതി 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 മതി, താഴെറങ്ങി വാ. അതെ, വീണ അത്ര സുഖമൊന്നും ഉണ്ടാവില്ല. രണ്ടാം നിലയിൽ വീണാണോ? ആ മതി. നോക്ക്, ഇവ പറയും ഞാൻ ഇതാ കാണുന്നു, ഇടുക്കി ഡാം പൊട്ടുന്നു. വായോ. ഇതിലൂടെ എത്ര വർഷം വന്നിട്ടുണ്ട്? 4-5 വട്ടം വന്നിട്ടുള്ളൂ. നമുക്ക് കുത്തി പിടിച്ചടക്കാൻ വേണ്ടിട്ട് ഒരു വടി സംഘടിപ്പിക്കണം. ആ അത് പൊളിക്കണല്ലേ, അപ്പോഴാണ് നമുക്ക് അത് കാണുള്ളൂ. ഈ പോലീസുകാരൊക്കെ ലാത്തി ഇതുകൊണ്ടാണ് ഉണ്ടാക്കണേ. ഓ ആ അതിന്റെ ഉള്ളിലാണ് ആ സാധനം. അടിച്ചാല് വളഞ്ഞോളൂ. ഭയങ്കര സ്ട്രോങ് ആണ്, ഭയങ്കര സ്ട്രോങ് സാധനമാണ്. അപ്പൊ അത് പൊട്ടില്ല, ചെതറില്ല സാധനം. ഈ ചിലമ്പാട്ടം എന്ന് പറഞ്ഞിട്ട് തമിഴന്മാരുടെ മാർഷൽ ആർട്സ് തന്നെ ഉണ്ടോ, അതിനുപയോഗിക്കുന്ന ഈ സാധനമാണ്. എവിടെ നോക്കിയാലും ഇരുട്ട് മാത്രമേ ഉള്ളൂ. അതന്നെ, മഴ പെയ്യുന്നുണ്ട്, താഴേക്ക് വരുന്നില്ല. കൊട ചൂടിക്കല്ലോ. അതെ, ആന വന്ന് ഓടാനുള്ള വഴിയൊക്കെ പറഞ്ഞിട്ട്. ഇത് വളക്കല്ലേ, അത് വളക്ക്. ഇത് വളർത്താലും കുഴപ്പമൊന്നുമില്ല, നിർത്താവുന്നേ. നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങളുടെ മേത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല. ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഞങ്ങളുടെ മേത്തേക്ക് ഒരു തുള്ളി പോലും വരുന്നില്ല. കണ്ടില്ലേ, ഒരു തുള്ളി വെള്ളമില്ല, കാരണം കംപ്ലീറ്റ് മരങ്ങളാണ് തടുത്ത് നിർത്തിയിട്ടുള്ളത്. പക്ഷെ ഭയങ്കര ഇലക്കായിരുന്നു, ഇത്ര നേരം മഴ കൊള്ളില്ല. എന്താ പറയാ, കംപ്ലീറ്റ് മരങ്ങളുടെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ വരണേന്നൊക്കെ. പക്ഷെ ആ ഒരു സീനൊക്കെ മരങ്ങളുടെ അതൊക്കെ കഴിഞ്ഞപ്പോഴേ കണ്ടില്ല, ആകാശമൊക്കെ ഇപ്പൊ നന്നായിട്ട് കാണാണ്ട്. അവിടെ ഇപ്പൊ ഞങ്ങൾ നന്നായി മഴ കണ്ടില്ല. ക്യാമറ ഒക്കെ നമ്മള് കവറുള്ളതുകൊണ്ട് കണ്ടില്ല. എൻ്റെ കയ്യിൽ ബാഗ് ഉണ്ട്, ആ ബാഗിൽ ഇട്ടിരിക്കുകയാണ് ഈ കവറിൽ നമ്മളെ ക്യാമറ.
ഇത് വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അറിയാം. ഇവിടുത്തെ ആൾക്കാരെന്നെ ഇങ്ങനെ നടന്നു അത്ര ഉണ്ടായിരുന്നുള്ള വഴി. ഇപ്പോൾ ഇത് കണ്ട അവിടെ ചാറായി വഴിച്ചാറായി ആൾക്കാർ പോയി പോയി. ഇത് സുഖമായിട്ട് പണ്ട് വഴി മനസ്സിലാവില്ല, ഒരു തരി വഴി മനസ്സിലാവില്ല. നമ്മ വെട്ടി പോണം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയുന്നതിനകത്ത്, നമ്മൾ ട്രക്കിങ് പോകുമ്പോ എപ്പോഴും ഫുൾ സ്ലീവ് ഡ്രസ്സ്, പാൻറ്, ട്രക്കിംഗ് ഷൂട്ട്, ട്രാക്ക് ഷൂട്ട് അല്ലെങ്കിൽ ഫുൾ സ്ലീവ് ഷർട്ട് എന്തെങ്കിലും വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുള്ള് ഒക്കെ ഇപ്പൊ കാലുമ്പ് തട്ടിയില്ല എൻ്റെ അവിടെ തട്ടും. ഞാൻ എന്ത് ചെയ്യണം, ഞാനും സായിപ്പുമാരും ക്ലോസ് പോകണം. അവര് അട്ടയുള്ള കാട്ടിക്കൊന്നും പോയിട്ടില്ല. ഇതുപോലെയുള്ള കാടല്ല പോണത്. ട്രക്കിംഗ് ഏരിയയിൽ നമ്മൾ പോണ സമയത്ത് നമുക്ക് ഒരു കുടയോ അങ്ങനെയുള്ള വലിയ നമ്മുടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു നല്ല ലെങ്ത്തുള്ള ഒരു കുടയായിരുന്നു. സോ അതും കൊണ്ട് ഈ വഴിക്ക് വരാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു ഷൂ വേണം, ഷൂ മസ്റ്റാണ്, അല്ലെങ്കിൽ അട്ടയൊക്കെ പെട്ടെന്ന് കയറി പിടിക്കും. ഷൂ ഇട്ടാലും ഷൂവിൻ്റെ ഉള്ളിലൊക്കെ അട്ട കയറും. എങ്കിലും ഷൂ ഇട്ട് വരുന്നതാണ് കുറച്ചുകൂടി സേഫ്റ്റി. നല്ല ഗ്രിപ്പുള്ള ഷൂ ഒക്കെ ഇട്ടിട്ട് വരിക. അത് ഞാൻ അപ്പം തന്നെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ പോവും. പക്ഷെ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടി ഇത്ര വെള്ളത്തിൻ്റെ അവിടെ. ചെറിയ മഴ അങ്ങനെ നിൽക്കണ കാരണേ മഞ്ഞ് എപ്പോഴാണ് വരണേ എപ്പോഴാണ് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും നല്ല മഞ്ഞ് വരാം. ഇത് ഞാനെപ്പോഴും പറയുന്നത് ഇത് വാളൊന്നുമല്ല, നമ്മുടെ ചെറിയ കയ്യിലുള്ളൊരു വെട്ടുകത്തിയാണ്. ഇവിടെയുള്ള പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. നമുക്ക് കടന്നു വരുമ്പോൾ തടസ്സമില്ലാണ്ട് വഴി റെഡിയായി പോകണമെങ്കിൽ. ഇതിവിടെ കണ്ട ഫോഗ് മൂടി തുടങ്ങി. ആ മഴ പെയ്തതിൻ്റെയാണ്. ഇപ്പോൾ തന്നെ ഒരു മഴ പെയ്ത് തോർന്നുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനയുടെ മരം പോലെ ഉണ്ടല്ലേ, അതിന് മുകളിലൊരു കുരുവുണ്ട്. പക്ഷെ അത് നമ്മുടെ ഓയിൽ ഉണ്ടാക്കണം പനംകുരു ഇല്ലേ, അതിൻ്റെ ആ മരമാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് കാണാണ്ട് അവിടെ കണ്ട ഒരു വെള്ളി അരഞ്ഞാണം പോലെ കിടക്കുന്നുണ്ടാണ് വെള്ളച്ചാട്ടം. കുറച്ച് പ്രായമുള്ളവർക്കൊന്നും ഞാൻ അത്ര അങ്ങോട്ട് ഒരു പ്രിഫറൻസ് ഞാൻ പറയുന്നില്ല. കാരണം അവർക്കൊക്കെ ഇതുപോലെ ഈ വഴികളൊക്കെ നടന്നു പോകാന്ന് പറയുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് ടയേർഡാവും. ചൂരിലല്ലേ മുഖത്ത് പൊട്ടിയാ? ഞാൻ ആദ്യമായിട്ടാട്ടെ കാണണേ. ഇത് ചൂരലിൻ്റെ കണ്ട മുള്ളു പോലെ ചൂരലിൻ്റെ വള്ളി. ഇത് കാണാണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിന് പോയി ഇങ്ങനെ കടന്നു പോയപ്പോൾ ശരിക്കും ആ മുഖത്തോടെ ഇങ്ങനെ കോറിയ പോയി മുള്ളുകൾ. എൻ്റെ വൺ ഓഫ് ദി മെയിൻ ലക്ഷ്യം എന്താണെന്നറിയോ, നമ്മുടെ കേരള ടൂറിസം അതിനെ മാക്സിമം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ഹൈഡായി കിടക്കുന്ന സ്ഥലങ്ങൾ ആൾക്കാർ വന്ന് കാണാനും അവിടെ ഒരു ഡെവലപ്മെൻ്റൊക്കെ വന്ന് വികസനം വരുമ്പോഴാണല്ലോ ഏതൊരു നാടിൻ്റെയും ഈ കാടുകളിൽ നമ്മൾ മരക്കാനം ഇവിടെ വേറെ ചെറിയ ചെറിയ കാടുകളില്ല, എല്ലാം വലുതാണ്. അത്ര വലിയ വലിയ മരങ്ങൾ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് വലിയ മരങ്ങളാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനുണ്ട് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള മരങ്ങൾ. അച്ഛവരൊക്കെ വല്ലോട്ടൊക്കെ പോകുള്ളൂ. ഈ വഴിയാ പറ്റില്ല. ഈ സൈഡിൽ അവിടെ ഒരു മലയുണ്ട്. മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഡാമിന്റെ വ്യൂ കാണാം. എൻ്റെ ടോപ്പിൽ കയറുക. ഞങ്ങൾ വന്ന വഴി കണ്ട വേറെ കോടുള്ള ഞങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി നടന്നു തന്നെ ഒരു സ്ട്രെയിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ബുദ്ധിമുട്ടിയാണ്. ഇതെന്താ നിക്കണല്ലേ? ഫ്ലാറ്റാടോ, മുകളിൽ ഫ്ലാറ്റാ കുന്തി കയറ്റി. ട്രക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതാണ് ട്രക്കിങ്. മുള്ള് ഈ മഴയും കൂടിയും പെയ്ത കാരണേ കംപ്ലീറ്റ് നമ്മൾ വെക്കണ കാല് നമ്മൾ വിചാരിച്ച പോലെ അല്ല പോണേ, വഴിക്കാണ്ട് പോണു. ആ ചെണ്ടിയിൽ കൂടെ 2 വട്ടം സ്ലിപ്പായി. പക്ഷെ ഇതൊക്കെ കടന്ന് നമ്മൾ ഇത്രയും മലയൊക്കെ കടന്ന് നമ്മൾ എന്ത് കാണാൻ ഇവിടെ വന്നേ എന്നുള്ളതാണ് ഹൈലൈറ്റ് അല്ലേ.
മക്കളെ എത്തി. വെള്ളം വരണൊക്കെ എന്ത് ഫോഴ്സിലായിരിക്കും അവിടെ വെള്ളം വരുന്നുണ്ടാവുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതിനുള്ള ഗുണം ശരിക്കും ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. ഇവിടെ അടുത്തെത്തി നമ്മൾ ഇത്രയൊരു ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമല്ല, ഫുൾ കല്ലുകളാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് വെള്ളം പോകണത്. കാരണം നമ്മളിവിടെ കുളിക്കുകയാണെങ്കിലും തന്നെ ഒഴുകി പോണ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഇതിനെ കുറച്ചുകൂടി അടുത്ത് പോയിട്ട് എനിക്ക് കാണിച്ചു തരാം. അതുപോലെ തന്നെ കാലിന് മുളക് നന്നായി നോക്കണം. കുറേ സ്ഥലത്ത് കട്ടൊക്കെ കയറിയിരിപ്പുണ്ടാവും. അതിനൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ വരാം. ഓക്കെ, അതിലാണ് നമ്മൾ വന്നത്. നമ്മൾ വന്ന് ഇപ്പോൾ അതേ കാണുന്നത് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്നാണ് ആ വെള്ളം വരണത്. നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളമാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് കുളിക്കാൻ പറ്റും. അവിടെയൊക്കെ കുറച്ച് താഴ്ചയുണ്ട്, പക്ഷേ ഈ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് സേഫാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൻ്റെ സമയത്ത് ഒഴുകി വന്ന ഒരു മരണി കിടക്കണം. അത് ആ മലയുടെ മുകളിൽ നിന്ന് വീണ് ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ. നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഇരുന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം നമുക്ക് നോക്കിക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പോയിട്ട് ഞാനൊന്ന് ആ വെള്ളത്തിലൊന്ന് കുളിച്ചിട്ടൊന്ന് വരാം. മഴയൊക്കെ പെയ്ത് കിടക്കണ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് പോണ ഈ ജലകണികകളുണ്ടല്ലോ, ഇതിലേക്ക് നമ്മുടെ നല്ല വെയിലുദിച്ച സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ ലൈറ്റ് അടിക്കുമ്പോഴാണ് നമ്മുടെ അടിപൊളി ആ ഒരു മഴവില്ല് ഇവിടെ കാണാറുള്ളത്. പക്ഷെ ഇന്നൊരു മഴക്കാറുള്ള ദിവസമായ കാരണം നമുക്ക് ആ ഒരു സൺലൈറ്റ് ഇവിടെയൊക്കെ അടിക്കുന്നില്ല. അപ്പോൾ അത് കാരണം നമുക്ക് നല്ല വ്യക്തമായിട്ടുള്ള മഴവില്ലുകളൊന്നും കാണാനില്ല. പിന്നെ ആ കാണുന്ന ദൂരെ കാണുന്ന ആ ഒരു മലയൊക്കെ ഉണ്ടല്ലോ, ആ മല നമ്മൾ വരുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് കിടന്നിരുന്ന ഒരു ഇതാണ്. ഇപ്പം നോക്കുമ്പോൾ ഒരുമാതിരി വോൾക്കാനെ പൊട്ടിത്തെറിച്ച പോലെയുണ്ട്. അത്രയും ഒരു മഞ്ഞാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരണത്. നമ്മുടെ കോട മൂടിക്കിടക്കണ ആ ഒരു മല കണ്ടില്ല. ഇപ്പോൾ നല്ല മഴയും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ആ മഴയുടെ ഒരു തണുപ്പും പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള ആ കോടയും എല്ലാം കൂടി ആയപ്പോൾ നല്ലൊരു സീനറിയാണ് ഇവിടുന്ന് കാണാനുള്ളത്. നല്ല ശക്തമായ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം നേരം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഈ വന്ന വഴി മുഴുവൻ നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ്. നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ നനയും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് തിരിച്ചു പോകാം. 4x4 പവർ വേണമൊക്കെ ഉണ്ടോ? നമ്മളിപ്പോൾ അതേ തിട്ടയുടെ മുകളിൽ കയറ്റാൻ പറ്റുമോ നോക്കാണ്. ഓ വേണ്ട, നമ്മുടെ വീടിൻ്റെ മുന്നിലേ ചെറിയൊരു തറയുണ്ടായിരുന്നു വീടിൻ്റെ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ജീപ്പ് കയറ്റാൻ പറ്റുമെന്ന് ബെറ്റ് വെച്ചപ്പോൾ കയറ്റി കാണിച്ചതാണ് ഈ കാണുന്നത്. ഓ കയറിയില്ലേ? ഇനി ഇത് മുകളിലേക്ക് കയറിയ പോലെ തന്നെ നമുക്ക് ഇറങ്ങണത് എങ്ങനെയാണെന്ന് നോക്കാം. ഏകദേശം ഒരു 1.5 അടി ഹൈറ്റിലേക്കാണ് നമ്മളിത് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹോം സ്റ്റേ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നേരെ നമ്മൾ വീടിൻ്റെ അകത്ത് കയറി വരുമ്പോൾ ഇതേ ഇവിടെ ഒരു ടേബിളുണ്ട്. അതായത് ഒരു 6 പേർക്കൊക്കെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ടേബിളുണ്ട്. പിന്നെ ആവശ്യത്തിന് എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ. പിന്നെ അത് പുറത്തേക്ക് പോകാനുള്ള ഒരു ഏരിയ. ഇതിലൊരു ബെഡ്റൂമുണ്ട്. അത്യാവശ്യം 2 പേർക്കൊക്കെ കിടക്കാൻ പറ്റണം, വേണമെങ്കിൽ 3 പേർക്കും കിടക്കാൻ പറ്റുന്ന ഒരു ബെഡ്റൂം ഇതിലുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്കൊരു ബെഡ്റൂമുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാർഡ്രോപ്പ് ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരെണ്ണം. പിന്നെ ഇവിടെ നിങ്ങൾ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു ബെഡ്റൂം കാണാം.
പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നമുക്ക് എങ്ങനെയുണ്ട് ടോയ്ലറ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം. പിന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു വാഷ് ബേസിൻ ഏരിയ, ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. പിന്നെ ഇത് പുറത്തേക്ക് കിടക്കാനുള്ളത്. പിന്നെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ ക്യാമ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. അങ്ങനെ നല്ലൊരു മഴയൊക്കെ കൊണ്ട് ആ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ആ പോയടത്ത് നന്നായിട്ട് കുളിച്ചത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, നല്ലൊരു ട്രക്കിംഗ് ഏരിയ ആയിരുന്നു. കാല് മുഴുവൻ ചെളിയിലൊക്കെ പോന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ കിട്ടി തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ആ ഒരു മഴ കിട്ടുന്നുള്ളൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് കോട്ടയൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടാണ് ട്രക്ക് ചെയ്ത് കയറിപ്പോയത്. ഞങ്ങൾ വാച്ചിൽ ടൈം നോക്കിയപ്പോൾ 1.25 മണിക്കൂർ എടുത്തു ഞങ്ങൾക്ക് ആ ട്രക്ക് ചെയ്തിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടേക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ പോകുന്നവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ കറക്റ്റ് വേണം. ഞങ്ങൾക്ക് ഒരു വഴുക്കലൊക്കെ കിട്ടി. അതായത് ഞങ്ങൾ പോയി തിരിച്ചു വരുന്ന സമയത്തേക്ക് നല്ല മഴയായി. അപ്പോൾ തിരിച്ചു വരുന്ന സീനൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കംപ്ലീറ്റ് ഉള്ള കവറിലൊക്കെ നമ്മുടെ ക്യാമറ ഒക്കെ പൊതിഞ്ഞ് ബാഗിലിട്ട് വന്നു. അപ്പോൾ ആ ബാഗിലൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വരണത് കംപ്ലീറ്റ് മഴ നനഞ്ഞ്, ബാഗൊക്കെ മഴ നനഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയുണ്ടായത്. അപ്പോൾ ചെളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വന്ന് നിൽക്കണ കാരണം ആ ചെളിയിൽ അങ്ങ് തെന്നി പോവായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു പെട്ടെന്ന് വളരെ സ്പീഡിലൊന്നും ഇറങ്ങി തീരെ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ സ്ഥലത്തൊക്കെ നമ്മൾ വീഴാൻ പോലുമൊക്കെ ഉണ്ടായി. പിന്നെ ഒരു വടിയൊക്കെ വെട്ടിപ്പിടിച്ച് അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പോൾ ട്രക്കിംഗ് സൂപ്പറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ എല്ലാ പണികളൊക്കെ തീർത്തു. കംപ്ലീറ്റ് വീടൊക്കെ നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ അതായത് വണ്ടിയിലൊക്കെ കയറ്റി വെച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ റിനുവായും കൂടി മാത്രം ഇനി വണ്ടിയെ കയറാനുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ വീഡിയോ മാത്രം നമുക്ക് ആ ഒരു മഴയെ കാരണം നമുക്ക് അധികം തിരിച്ചു വരുന്ന സീൻ മാത്രം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ താറിൻ്റെ വീഡിയോ, നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ, അങ്ങനെ ഒരുപാട് കാഴ്ചകളായിരുന്നു നമുക്ക് 2-3 ദിവസമായിട്ട് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് ആരെങ്കിലും കാണാത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 എപ്പിസോഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുന്നത്തെ എപ്പിസോഡുകളൊക്കെ കണ്ടോളൂ. കാരണം അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ട്, ഫോറസ്റ്റ് അല്ല കാട് പിടിച്ച ഏരിയയാണ് കംപ്ലീറ്റ്. അതായത് അവിടെയൊക്കെ ജനങ്ങൾ വസിക്കുന്നുണ്ട്, എന്നാലും അധികം എന്താ പറയുക ആൾക്കാരൊന്നും കയറി ചെല്ലാത്ത, അതായത് ഈ ഒരു ഭാഗത്ത് എന്ന് പറയുന്നത് ജനവാസ മേഖല വളരെ കുറവുള്ള ഒരു ഏരിയയാണ്. എന്നാലും ഇവിടെ ഉണ്ട്, ഒരു പള്ളിയുണ്ട്, പിന്നെ ആൾക്കാരൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര കൊടും കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് നമ്മൾ നടക്കണേന്നുള്ളത്. പക്ഷേ ആ ഒരു ഫീലുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരണത്. അപ്പോൾ അറിയപ്പെടാത്തതും കാണാണ്ടെയും പ്രദേശങ്ങളിലൊക്കെ കിടക്കുന്ന വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക. സോ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പുതിയൊരു സ്ഥലവും പുതിയൊരു കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത ഒരു സ്ഥലം നമ്മൾ തേടി പിടിച്ച് പോകുന്നതായിരിക്കും. അതിൻ്റെ വിഷ്വൽസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലത്തെ യൂണിക്കായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ കൂടുതലും പോയിട്ട് ചെയ്യണത്. അപ്പോൾ ഇത് എന്താ പറയുക, അധികം ആരും എത്തിപ്പെടാത്ത കുറേ സ്ഥലങ്ങളൊക്കെയാണ്. ദിനുഭായിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഫുൾ അറേഞ്ച് ചെയ്ത് തരും. ഇവിടെ ഫുള്ള് ട്രക്ക് ചെയ്ത് പോകേണ്ടതും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ആൾക്ക് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ആൾ സെറ്റ് ചെയ്ത് തരും. ഇവിടെ 2 ഹോം സ്റ്റേ ആണ് ഉള്ളത്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ഫോൺ ചെയ്തിട്ട് ചോദിക്കുക. അപ്പോൾ ആൾ കറക്റ്റ് റേറ്റ്, അതായത് നോർമൽ കാർസൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീപ്പിലാണ് ഇങ്ങോട്ടേക്ക് ഹോം സ്റ്റേയിലേക്ക് വരേണ്ട ഒരു ആവശ്യമുള്ളത്. പിന്നെ ജീപ്പിൽ വന്ന് നമ്മളിവിടെ താമസിക്കുന്നതിൻ്റെ ചിലവ്, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ്, പിന്നെ ഇവിടുന്ന് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് 4 വീലർ ഡ്രൈവ് ജീപ്പിൽ തന്നെയാണ് ഇനി പോകാനുള്ളത്. കണ്ടില്ലേ, അതാണ് നമ്മുടെ ട്രക്കിങ്ങിനുള്ള ആ ഒരു ഏരിയ. അങ്ങനെ ഒരുപാട് ദൂരമുണ്ട്, കിലോമീറ്ററുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ ട്രക്കിങ്ങിന് വേണ്ട ചാർജസ് എങ്ങനെയാണ്, അതുപോലെ ഭക്ഷണം എങ്ങനെയാണ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുക. അതായത് ഭക്ഷണം വെച്ചുണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ആൾ അറേഞ്ച് ചെയ്ത് തരും. ഫാമിലി ആയിട്ട് വരുന്നവർക്കും ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്കൊന്നും കുഴപ്പമില്ല. എന്നാലും മാക്സിമം ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ എന്താ പറയുക, കുറച്ച് ആൾക്കാർ കൂടുതൽ, ഇപ്പോൾ ഒരു 5-6 ആൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബെനിഫിറ്റ് കൂടുതലുണ്ടാവും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിന് പോകുമ്പോൾ ആ ഒരു ജീപ്പിൻ്റെ എക്സ്പെൻസും താമസിക്കുമ്പോഴുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. അതായത് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 2 ആൾ കൂടിയിട്ട് ഒരു ട്രക്കിങ്ങിന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീരെ രസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കിയിട്ട് ഞങ്ങൾ പോകാൻ പോകണം. അപ്പോൾ കീപ്പ് വാച്ചിങ്. നമ്മളടുത്ത പുതിയൊരു സ്ഥലവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ.
സൂര്യൻ താഴെ ശരിക്കും നമുക്ക് കാണാം. ഓ ശരിക്കും അവിടെ ആ സൂര്യൻ്റെ ഇത് അല്ലേ? അതല്ല അതിൻ്റെ അപ്പുറത്ത് അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മലയിലാണ് ആ രൂപത്തിലേക്ക് പോയിട്ട് പോലെ. അങ്ങനെ ചപ്പാത്തിലൊക്കെ വെള്ളം കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ തിരിച്ചുള്ള യാത്രയിലാണ് ഇപ്പോൾ. അപ്പോൾ ഈ കാഴ്ചകളോടൊക്കെ വിട പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര വീട്ടിലേക്ക് പോവാണ്. നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരു യാത്ര പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം തൊട്ട് തന്നെ ഉറക്കമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കര ത്രില്ലായിരിക്കില്ലേ, നമുക്കൊരു യാത്ര പോവുക, അവിടുത്തെ കാഴ്ചകൾ എന്തായിരിക്കും അതൊക്കെ കാണാൻ പോകാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ ആ യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരാറാവുമ്പോഴാണ് നമുക്ക് ശരിക്കും വിഷമമായി തുടങ്ങും. അതുപോലെ തന്നെ ഈ ഒരു കാഴ്ച ഇവിടെ അവസാനിപ്പിച്ച് നമ്മൾ പോവാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ തേടി നമ്മുടെ ചാനൽ അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൈതപ്പാറ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുക. എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.